ഹരേ കൃഷ്ണ. നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം എന്താണ് ഒന്നും തരാത്തത്? ഭഗവാൻ നമ്മളെ മറന്നുപോയോ? എന്നാൽ കേട്ടോളൂ, ഭഗവാൻ മിണ്ടാതിരിക്കുന്നത് നിങ്ങളെ കൈവിട്ടതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾക്കായി വലിയൊന്ന് കരുതി വെച്ചതുകൊണ്ടാണ്. ഒരിക്കൽ ഒരു ഭക്തൻ കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു. പെട്ടെന്ന് ഒരു വലിയ പുലി അയാൾക്ക് നേർക്ക് വന്നു. ഭയന്നുപോയ ആ മനുഷ്യൻ നിലവിളിച്ചുകൊണ്ട് ഓടി. അവൻ ഉറക്കെ വിളിച്ചു, ഭഗവാനെ കൃഷ്ണ, എന്നെ രക്ഷിക്കണേ. ഓടുന്നതിന് ഇടയിൽ അവൻ ഒരു വലിയ കുഴിയിൽ വീണു. ഭാഗ്യത്തിന് ഒരു വള്ളിയിൽ തങ്ങി നിന്നു. മുകളിൽ പുലി ഗർജിക്കുന്നു, താഴെ അഗാധമായ താഴ്ച. അവൻ വീണ്ടും ഉറക്കെ നിലവിളിച്ചു, കൃഷ്ണ, ഞാൻ നിന്റെ വലിയ ഭക്തനല്ലേ, നീ എന്തേ എന്നെ സഹായിക്കാത്തത്? ഒരു മറുപടിയും ഉണ്ടായില്ല. അവൻ തളർന്നു. ഒടുവിൽ വെള്ളി പൊട്ടി അവൻ താഴേക്ക് വീണു. എന്നാൽ മരണം ഉറപ്പിച്ച അയാൾ വന്നു വീണത് പഞ്ഞിക്കെട്ട് പോലെയുള്ള ഉണങ്ങിയ ഇലകൾ നിറഞ്ഞ ഒരു വലിയ വലയിലാണ്. വേട്ടക്കാരൻ പുലിയെ പിടിക്കാൻ വെച്ച വലയായിരുന്നു അത്. അവിടെ നിന്നാണ് അവൻ രക്ഷപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഭഗവാന്റെ രീതി. പുലി വരുമ്പോൾ തന്നെ ഭഗവാൻ അതിനെ ഓടിക്കില്ല. കാരണം ആ പുലി വന്നതുകൊണ്ടാണ് അവൻ ഓടിയതും ആ വലയിൽ ചെന്ന് വീണതും. പുലി വന്നില്ലായിരുന്നെങ്കിൽ അവൻ ആ വഴി പോകുമായിരുന്നില്ല. ഒരുപക്ഷെ വേറെ വല്ല വലിയ അപകടത്തിലും പെടുമായിരുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും കഷ്ടപ്പാടുകൾ വരുമ്പോൾ നമ്മൾ ചോദിക്കും, എന്തേ ഭഗവാൻ വന്നില്ല എന്ന്. എന്നാൽ ആ പ്രതിസന്ധിയിലൂടെ ഭഗവാൻ നമ്മളെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിക്കുകയാകാം. ഭഗവാന്റെ മൗനം ഉപേക്ഷിക്കലല്ല, മറിച്ച് കരുതലാണ്. ഒരു ശില്പം മനോഹരമാക്കാൻ ഉളി കൊണ്ട് അടികൊള്ളണം. അതുപോലെ നമ്മുടെ ജീവിതത്തെ സുന്ദരമാക്കാൻ ഭഗവാൻ നൽകുന്ന ചെറിയ അടികളാണ് നമ്മുടെ കഷ്ടപ്പാടുകൾ. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉടനടി ഫലം കിട്ടിയില്ലെങ്കിൽ നിരാശപ്പെടരുത്. കണ്ണൻ എല്ലാം കാണുന്നുണ്ട്. നിങ്ങൾ ചോദിക്കുന്നതല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് അവൻ നൽകുന്നത്. ആ ശംഖനാദം നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങുന്ന കാലം വന്നു ചേരും. വിശ്വാസം മുറുകെ പിടിക്കുക. പാഞ്ചജന്യം കഥകളിലൂടെ നമ്മൾ നേടുന്നത് വലിയ സത്യങ്ങളാണ്. ഈ അനുഭവം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പങ്കുവയ്ക്കും. അവർക്കും ആശ്വാസമാകട്ടെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഏവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നന്ദി, നമസ്കാരം.